ചേട്ടാ വിളിച്ചോ? ചേട്ടൻ വിളിച്ചിട്ടുണ്ടേ. എന്ത് പറ്റി? ഓ ശരിയാണല്ല, ഇപ്പം അധികം വിളിക്കാൻ പറ്റത്തില്ലല്ലേ? അതെ, വിളിക്കാൻ പറ്റില്ല, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അതെ അതെ, ഓരോ സ്ഥലമാകുമ്പോ അങ്ങനെ തന്നെ. ഇപ്പോ ഇനി ഇന്നലെ വിളിച്ചായിരുന്നു, ഇനി 6 ദിവസം കളഞ്ഞിട്ട് തന്നെ വിളിക്കും. അതും കുറച്ചു നേരം തന്നെ, ഒരു 10-15-20 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി. പിന്നെ ഇത് ഇനി 6 മാസം കഴിഞ്ഞിട്ട് തന്നെ ലീവ് ചേട്ടന്? അതെ അതെ, ഇപ്പൊ അല്ലേ പോയത്. വേറെന്താ, ഇനി ഇപ്പൊ വെക്കേഷൻ എന്തെങ്കിലും പറഞ്ഞത്? ഇനി വരാം, ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരാം. ഓക്കെ, കണ്ടിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് അന്നത്തെ പക്ഷേ വെക്കേഷൻ സൂപ്പർ ആയിരുന്നു. അവിടെ 10 ദിവസമേ ഉള്ളായിരുന്നു, എന്നാലും സൂപ്പർ ആയിരുന്നു. അതെ അതെ, ഇപ്പൊ എത്ര 1 വർഷമായില്ലേ എല്ലാം കഴിഞ്ഞിട്ട്? അത് വലിയ ഇതില്ലായിരുന്നു, ചുമ്മാ നമ്പറുണ്ട് ചാറ്റ് എത്ര തന്നെ. അതെ, അന്നാണ് കമ്പനി ആയിരുന്നു. അതെ അതെ, സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ പിന്നെന്താ, നീ എന്ന് പറയുമ്പോ എനിക്ക് കുറച്ച് മൂവീസ് കണ്ടിരുന്നേ. മൂവിയോ? മൂവിയൊക്കെ കാണാൻ തുടങ്ങിയോ? ബോറടിക്കല്ലേ? ഓക്കെ ഓക്കെ. ഏത് മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി ഏതാ? ഏതായാലും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കൊണ്ടുവരാം മൂവി, അന്ന് വരാം. ഫോണിൽ കോപ്പി ചെയ്ത് തരാം. ഓക്കെ. ഏത് ഫോണിൽ കാണാനാ, ലാപ്പിൽ കാണാനാ? ഞാൻ ഫോണിലൊന്ന് കേട്ടു. നീ അന്ന് വീട്ടിലത് കൊണ്ടുവരുന്നത്, അപ്പൊ ലാപ്പിൽ തന്നെ കേട്ടിട്ടാ. ഓക്കെ, അപ്പൊ ഞാൻ പെൻഡ്രൈവ് കൊണ്ടുവരാം. ഓക്കെ. നെക്സ്റ്റ് വെക്കേഷൻ എല്ലാവരും വീട്ടിൽ വരുവാട്ടെ. അപ്പൊ ചേട്ടനായിട്ട് വെയിറ്റിംഗ് ആണ്. അങ്ങനെ വരാ. അപ്പോഴും 6 മാസം ജോലി, 1 മാസത്തെ ലീവ് അല്ലേ? ഓക്കെ, അപ്പൊ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ടല്ലേ ചേട്ടനാ? ഒരുപാട്. അതെനിക്കന്ന് കണ്ട് ഞാനത് ഒന്നുമില്ല. ഇല്ല ചേച്ചി പറയാന്ന് പറഞ്ഞൂടെ, എന്നാലും കുറച്ച് കെയർഫുൾ ശ്രദ്ധിക്കണം. ശരി തന്നെ. ഞാൻ അവിടെ പുറത്ത് പോയിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നപ്പം നിങ്ങളെന്തോ അങ്ങോട്ട് കയറി പോണ കണ്ട്. അപ്പൊ എന്തിനാ പോണെന്നൊരു ഡൗട്ട്. അപ്പം ഓക്കെ, അതെന്താ പിന്നെ മോളിലെ ടെറസിൽ പോയത്? റൂമിലെന്താ? റൂമിലല്ലേ സാധാരണ? എന്ത് ചുമ്മാ പറ, എന്തിനാ അങ്ങ് ടെറസിൽ പോണ? അവിടെ ആരെങ്കിലും ഒക്കെ കാണത്തില്ല, അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ? എന്ത് ചുമ്മാ പറ, എന്തുകൊണ്ട്? ഒന്നുമില്ല. ശരി, ഇത് വേണ്ട പവർ. ഇല്ല 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 പറയാം, പക്ഷേ അതുപോലെ ഏജ് എനിക്കായിട്ടില്ല. ഏജോ? ചേച്ചിക്കാലം ഇത്ര 2 വയസ്സല്ലേ എനിക്ക് കുറവുള്ളൂ. അതിനാണോ ഇത്ര ഏജ്? അങ്ങനെ ശരി, വിഷമിക്കണ്ട, പറയാം. പറ പറ. പിന്നെ ഇത് നമ്മൾ അന്നൊരു ഇന്റർവ്യൂവിനെ അപ്ലൈ ചെയ്ത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അവിടെ നമ്മളല്ലേ അതല്ലേ? എനിക്കൊരു മെയിൽ വന്നിരുന്നു. അതാണെങ്കിൽ ഇന്ന് 2 ദിവസം കളഞ്ഞിട്ട് ഇതുണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ നീ ഫ്രീ ആണോ 2 ദിവസം കളഞ്ഞിട്ട്? ഞാൻ ഫ്രീ ആണ്. എനിക്കിവിടെ 6 മണിയൊന്നുമില്ല. 15 എന്തോ എനിക്കൊരു കല്യാണം ഉണ്ട്, അത് അല്ലാതെ പരിപാടിയില്ല. അപ്പൊ ശരി, അപ്പൊ എന്നൊന്ന് വിളിച്ചു പോവോ? പോവാം. എത്ര മണിക്ക് വരണം? 10 മണിക്ക് ഇന്റർവ്യൂ. അപ്പൊ ഇവിടെ നിന്ന് ഒരു 9-9:30 ആകുമ്പോ ഓക്കെ, പോവാം. എല്ലാം പ്രിപ്പയർ ചെയ്തോ ഇന്റർവ്യൂവിന്? പ്രിപ്പയർ ചെയ്യണം. ശരി, എന്തൊക്കെ വേണം ഇന്റർവ്യൂവിനോ? ഇന്റർവ്യൂവിന് മെയിൻ ആയിട്ട് റെസ്യൂം, നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് മെയിൽ, ഫോണ്, പിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ലൊരു റെസ്യൂം റേറ്റ് ചെയ്ത് വെക്കണം. അതിന്റെ പ്രിന്റ് ഔട്ട് ഒരു 2-3 കോപ്പി. ഓക്കെ. പിന്നെ കളർ കോപ്പി തന്നെ ചെയ്തിട്ട് പിന്നെ ഫോട്ടോ കൂടെ ഒട്ടിച്ചിട്ടുള്ളതായിരിക്കണം. പിന്നെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി. ഓക്കെ. മെയിൻ ആയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റിന്റെയും കോപ്പി ആവശ്യം. കോപ്പിയും ഒറിജിനലും കയ്യിൽ വെച്ചിരിക്കണം. എനിക്ക് നാളെ മറ്റേ വേറെ പണിയൊന്നുമില്ല. 15 മാത്രമേ ഫ്രീ അല്ലാതെ വീട്ടിൽ തന്നെ. എന്തിനാ വെച്ചാൽ എനിക്ക് നാളെ എന്റെ വീട് വരെ പോയിട്ട് അവിടെ എന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ശരി. അപ്പൊ ഞാൻ ഇവിടെ വന്നാൽ വിളിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് പറഞ്ഞില്ലേ, വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി എടുക്കാം. ഓക്കെ, അതെല്ലാം എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വരാം.
അല്ല ഞാൻ തോന്നുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നി ഭയങ്കരമായിട്ട് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം ഒരു മാതിരി എങ്ങനെ പറയാ അതിന്റെ ഡ്രസ്സ്. അപ്പം അത് ശരിയാവത്തില്ല ഇന്റർവ്യൂ. കുറച്ചുകൂടെ ഒരു നല്ല ഡീസന്റ് ഒരു ഡ്രസ്സിങ്. ഓക്കെ ഓക്കെ. പിന്നെ വേറെന്താ ഇനി ഇപ്പൊ വെക്കേഷൻ എന്തെങ്കിലും പറഞ്ഞത്? ഇനി വരാം, ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരാം. ഓക്കെ. കണ്ടിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് അന്നത്തെ പക്ഷേ വെക്കേഷൻ സൂപ്പർ ആയിരുന്നു. അവിടെ 10 ദിവസമേ ഉള്ളായിരുന്നു.